നമസ്കാരം, കുട്ടികൾക്കും സുഖസാറാണ്. നമ്മുടെ പ്ലസ് വണ്ണിന്റെ ക്രിസ്മസ് എക്സാമിന്റെ റിസൾട്ട് കുട്ടികളെല്ലാം വീട്ടിൽ കൊണ്ടുവന്നിട്ടുണ്ട്. പലയിടത്തും പേരൻസ് മീറ്റിംഗ് ഒക്കെ എനിക്ക് തോന്നുന്നു സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഈ മാർക്ക് കണ്ട് കുട്ടികൾ ആദ്യമേ ഒന്ന് ഞെട്ടിട്ടുണ്ട്. വീട്ടുകാർ ഞെട്ടൽ കൂടാതെ അതൊന്ന് പേടിച്ചു വിട്ടിരിക്കുക. അവരാദ്യമായിട്ട് ഇത്രയും അവരുടെ മക്കളുടെ മാർക്ക് കുറഞ്ഞത് കാണുന്നത്. ഇത്രയും കുറഞ്ഞതായിട്ട് കണ്ടിട്ടേ ഇല്ല ജീവിതത്തിൽ. അവര് പല പ്രതീക്ഷയിലായിരുന്നത്, അവരൊരു വിശ്വാസത്തിലായിരുന്നത്. ഇവരുടെ മാർക്കുകൾ 10ാം ക്ലാസ്സിൽ നോക്കുമ്പോൾ ഫുൾ A+, ഇല്ലെങ്കിൽ 9 A+ഉം 1 Aയും, അല്ലെങ്കിൽ 8 A+ഉം 2 Aയും, അങ്ങനെയൊക്കെ നല്ല മാർക്ക് കിട്ടുന്ന ഒരു കുട്ടി അല്ലെങ്കിൽ കിട്ടിയ ഒരു കുട്ടിക്ക് എന്തായാലും ഒരുവിധം മാർക്ക് കിട്ടും എന്നുള്ളതാണ്. ഇപ്പൊ നമ്മുടെ മാത്സ്, ഫിസിക്സ്, കെമിസ്ട്രിയുടെ ഒക്കെ മാർക്ക് എന്ന് പറഞ്ഞാൽ 60ലാണ് അവരുടെ മാർക്കുകൾ എക്സാമിൻ്റെത്. പക്ഷെ മണ്ടയ്ക്ക് കിട്ടിയ മാർക്ക് എന്ന് പറഞ്ഞാൽ വളരെ ചെറുതാണ്. സിംഗിൾ ഡിജിറ്റ് പോലും ഒത്തിരി കുട്ടികൾക്കുണ്ട്. ഡബിൾ ഡിജിറ്റ് ഉണ്ടെങ്കിൽ പോലും ഒത്തിരി വലുതല്ല, ചെറിയ നമ്പറുകൾ. അവരിത് കണ്ട ആകമേ ഭയന്നിരിക്കുക. എന്ത് ചെയ്യും, ഇനി ഇതിനെ എങ്ങനെ തിരിച്ചു വരാൻ പറ്റും എന്നുള്ളതാണ് അവരുടെ ചിന്ത. ഞാനൊരു കാര്യം പറയാം, നമുക്കിനിയും സമയമുണ്ട്, പ്രതീക്ഷയ്ക്കുള്ള ടൈമുണ്ട്. നിങ്ങൾ പഠിക്കാതിരുന്നാൽ, നിങ്ങൾ ഇനിയും വർക്ക് ചെയ്യാതിരുന്നാൽ, നിങ്ങൾ ഉണരാതിരുന്നാൽ ഇനി ഇത് കിട്ടുന്നത് വലിയ പണിയായിരിക്കും. നിങ്ങൾ ചുമ്മാ ജയിപ്പിക്കുക എന്നുള്ള സംഭവമേ മാറ്റിവെച്ചു. നിങ്ങൾ വേണം ഇനി ഇതിനകത്തുനിന്ന് ഉയർത്തെഴുക്കാൻ വേണ്ടി, പഠിക്കാൻ വേണ്ടി ശ്രമിക്കേണ്ടത്. വേറെ ആരും വന്ന് സഹായിക്കാനില്ല. സഹായിക്കാൻ പറ്റുന്നത് സ്കൂളിലെ ടീച്ചേഴ്സിനും, നിങ്ങളെ പഠിപ്പിക്കുന്ന ചിലപ്പോൾ ട്യൂഷൻ പോകുന്ന കുട്ടികളാണെങ്കിൽ അവരെ പഠിപ്പിക്കുന്ന ടീച്ചേഴ്സിനും പറ്റും, ട്യൂഷൻ ടീച്ചേഴ്സിനും. അവിടെ നിന്നൊക്കെ എന്താ കിട്ടുന്നത്, എങ്ങനെ പഠിക്കണം, ഇതൊക്കെയാണ് പഠിക്കേണ്ടത് എന്നുള്ള കൃത്യമായിട്ടുള്ള ധാരണ തരാൻ പറ്റുള്ളൂ. അല്ലാതെ അവർക്ക് പോയി പരീക്ഷ എഴുതാൻ പറ്റില്ല. നിങ്ങളാണ് ഇതിൻ്റെ ഏറ്റവും വലിയ താരം, നിങ്ങളാണ് ചെയ്യേണ്ട ആള്. നിങ്ങൾ എത്രത്തോളം ചെയ്യാതിരിക്കുന്നോ അതെല്ലാം നമ്മൾ പിന്നെയും മോശമായിട്ടുള്ള അവസ്ഥയിലോട്ട് പോകും പബ്ലിക് എക്സാമിന്. നമ്മുടെ ഇനി മറ്റൊരു കൗതുകരമായിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, സ്കൂളിൽ കയറി ചെന്നു, മീൻസ് ഫസ്റ്റ് ടൈം ഉണ്ടല്ലോ, സ്കൂളിലൊക്കെ ചെന്നു, ഫസ്റ്റ് ചാപ്റ്റർ പഠിപ്പിച്ചു, 20ൽ 20 കിട്ടി, 19 കിട്ടി, 30 നടന്നപ്പോൾ 25, 26 ഒക്കെ കിട്ടി. ഇപ്പൊ വീട്ടുകാരുടെ വിചാരം, ഓ കുഴപ്പമില്ല, നല്ലതായിട്ട് പഠിക്കുന്നുണ്ടല്ലോ. പക്ഷെ ഇപ്പൊ നടന്ന എക്സാം എന്ന് പറഞ്ഞാൽ ബോർഡ് എക്സാം ആണ്. ഞാൻ നേരത്തെ തന്നെ പറഞ്ഞിരുന്നു, വരാൻ പോകുന്ന ഒരു ബോർഡ് എക്സാം ടൈപ്പിലാണ്. നിങ്ങൾ പഴയ പോലെ സ്കൂളിലെ എക്സാം പോലെ ആ ക്വസ്റ്റ്യൻ മോഡൽ അല്ല, ക്വസ്റ്റ്യൻ മാറും. അപ്പൊ നന്നായിട്ട് പഠിച്ചെങ്കിൽ മാത്രമേ നമുക്ക് ഒരുവിധം മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുള്ളൂ. കാരണം ഇനി അങ്ങനെ ഒരു പഠിത്തത്തിൽ കൂടെ എത്തിയെങ്കിലേ നമുക്ക് എന്തെങ്കിലും പ്രയോജനം ഉള്ളൂ എന്നുള്ള കാര്യം നിങ്ങൾ മനസ്സിലാക്കുക. അല്ലാതെ ജസ്റ്റ് പഠിച്ചു 10ാം ക്ലാസ്സിലേക്ക് മാർക്ക്, ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലായല്ലോ, 10ാം ക്ലാസ്സിൽ ഫുൾ A+ കിട്ടിയ ഒരാൾക്ക് +1 എന്താ ചെയ്യാൻ പറ്റുന്നതൊക്കെ ഇപ്പൊ ഏകദേശം പല കുട്ടികൾക്കും, അതിലുപരി പേരൻസിനും നന്നായിട്ട് മനസ്സിലായി. ഇത് ഞാൻ നേരത്തെ പലയിടത്തും കേൾക്കാറുണ്ടല്ലോ, ഇങ്ങനെ ഫുൾ A+ കിട്ടുന്നതൊക്കെ വല്ല പ്രശ്നങ്ങളാണ് എന്നൊക്കെ ഉള്ളതിന്റെ കാരണം ഇതാ. ഇനിയെങ്കിലും നിങ്ങൾ ഉണർന്നില്ലെങ്കിൽ കിട്ടുന്നത് വലിയ പണിയായിരിക്കും. ഓക്കെ, ഇനിയും സമയമുണ്ട്. അപ്പൊ നിങ്ങൾ ചെയ്യേണ്ട ഇത്രയേ ഉള്ളൂ. ഞാൻ ചെറുതായിട്ട് പറഞ്ഞാൽ ഇനി വലുതായിട്ട് നമ്മുടെ എല്ലാ സ്റ്റഡി ടൈം ടേബിൾ വരും. എല്ലാവരും നമ്മുടെ ചാനൽ ഫോളോ ചെയ്തോണം. നിങ്ങൾക്ക് ചെയ്യേണ്ട ഇത്രയേ ഉള്ളൂ. ഇപ്പൊ നമ്മൾ ചെയ്യേണ്ടത് ഡെയിലി ഒരു 2.5 hours മിനിമം നിങ്ങൾ ഈവനിങ്ങിൽ പഠിക്കണം. മോർണിംഗിൽ ഞാൻ കാര്യം പറയുന്നില്ല. മോർണിംഗ് എല്ലാവർക്കും പഠിക്കാൻ സമയം കിട്ടണമെന്നില്ല. പലരും നേരത്തെ പോകുന്നവരാണ്, ബസ് കയറി പോകുന്നുണ്ട്. പക്ഷെ തിരിച്ചു വന്നാൽ നിങ്ങൾക്കൊരു 6:30 തൊട്ട് ഉറപ്പായിട്ടും പഠിക്കാൻ പറ്റും കേട്ടോ. 6:30 തൊട്ട് ഒരു 11 മണി വരെയുള്ള ടൈമിൽ നിങ്ങൾക്കൊരു 2.5 മണിക്കൂർ മാറ്റി വെക്കാൻ വളരെ ഈസിയാണ്. ഇത് പഠിച്ചില്ലെങ്കിൽ നിങ്ങൾ പിന്നീട് പഠിക്കേണ്ടി വരും പലതും. അതുകൊണ്ട് അതും ബുദ്ധിമുട്ടുള്ളതായിരിക്കും. അതുകൊണ്ട് ഇപ്പൊ നിങ്ങളൊന്ന് ശ്രമിച്ചാൽ നല്ല കാര്യങ്ങൾ ഇനിയും കീഴടക്കാൻ പറ്റും. ഉറപ്പായിട്ടും നമുക്ക് ഈ 60ൽ ഇപ്പോൾ 9 എന്നുള്ളത് 59 വരെ ആക്കാം. ഓക്കെ, 9 ഉണ്ടാവും, 8 ഉണ്ടാവും, ഇല്ല അതിനെയൊക്കെ മാറ്റിയെടുക്കാം കേട്ടോ. അപ്പൊ പല രീതിക്കുള്ള മാർഗം, അല്ലെങ്കിൽ 60ൽ 60ഉം വാങ്ങാം. നിങ്ങൾക്ക് അതിനുള്ള കഴിവുണ്ട്. നിങ്ങൾക്കുള്ള കുഴപ്പം പഠിക്കേണ്ടത് എങ്ങനെയാണെന്നുള്ളത് അറിയുന്നില്ല. പഠിക്കേണ്ടത് എങ്ങനെയാണ്, ഇതൊക്കെ ജയിക്കാൻ അല്ലെങ്കിൽ നല്ല മാർക്ക് വാങ്ങാൻ എങ്ങനെ പഠിക്കണം എന്നുള്ളതുള്ള ആ അറിവിന്റെ കുറവും കൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചത്. പിന്നെയെങ്കിലും എല്ലാവരും 2.5 മണിക്കൂർ അങ്ങോട്ട് പഠിക്കാനിരിക്കുക. ഈ 2.5 മണിക്കൂറേക്ക് എന്തോ പഠിക്കാനില്ലയോ. ഇപ്പോഴത്തെ പലതുകൊണ്ടല്ലോ, ഒത്തിരി തോറ്റുകൊണ്ട് മാറുകൊണ്ട് അത് തന്നെ നമുക്ക് ഒത്തിരി പഠിക്കാനുണ്ടെന്നുള്ള കാര്യം മനസ്സിലായില്ലയോ. ഫസ്റ്റ് ചാപ്റ്റർ തൊട്ടോ ഇല്ലെങ്കിൽ നിങ്ങൾ കുറച്ച് മാറി ഉള്ള ചാപ്റ്റേഴ്സ് തൊട്ടോ ഓരോ സബ്ജക്റ്റിനെയും പഠിച്ച് തീർക്ക്. ഇനിയിപ്പോ സമയമൊന്നുമില്ല, പഠിച്ച് തീർത്ത് അങ്ങോട്ട് പോവാം. എല്ലാ സബ്ജക്റ്റും നിരത്തി വെച്ചിട്ട് ഒരു 2-3 സബ്ജക്റ്റ് വെച്ച് ഒരു ദിവസം എടുക്കുക. എന്നിട്ട് അടുത്ത ദിവസം ബാക്കി സബ്ജക്റ്റുകൾ, ഇങ്ങനെ ദിവസം എടുത്തെങ്കിൽ എന്തെങ്കിലുമൊക്കെ ആവുള്ളൂ. ഇല്ലെങ്കിൽ എല്ലാം നമ്മുടെ പണിയെല്ലാം കിട്ടാൻ പോവുക. അല്ലെങ്കിൽ ഓക്കെ, ഞാൻ ഇങ്ങനെ പറയുന്നത് നിങ്ങളെ പേടിപ്പിക്കാനല്ല. ഇപ്പൊ തന്നെ നമ്മൾ കണ്ടല്ലോ, ഇപ്പൊ മാർക്ക് കുറഞ്ഞപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി. ഇനി ഇതിനും മാർക്ക് കുറയും.
ഫുള്ളാണ് പഠിക്കാനുള്ളത്. ഇപ്പൊ നമുക്ക് ഫുൾ പഠിക്കാനില്ലായിരുന്നു. അപ്പൊ ഇനിയും ഫുള്ളാണ് പഠിക്കാനുള്ളത്. അതുകൊണ്ട് നന്നായിട്ട് പഠിക്കുക. എല്ലാവരും ഇതിനെക്കുറിച്ചൊന്നും വിഷമിക്കേണ്ട. ഇതൊക്കെ ഇങ്ങനെ സംഭവിക്കുന്നതാണ്. ഒത്തിരി കുട്ടികൾക്ക് പല വർഷങ്ങളിലായിട്ട് അബദ്ധം പറ്റുന്നതാണ്. ഒരാൾക്ക് അബദ്ധം ഒന്ന് പറ്റാം, ഏത് പോലീസുകാരൻ്റെ ഒരു അബദ്ധം പറ്റുന്ന പോലെ അല്ലേ. രണ്ടാമത് പറ്റുന്നത് അബദ്ധം എന്ന് പറയത്തില്ല, അത് നമുക്ക് പറ്റുന്നതാണ്. അതുകൊണ്ട് ഒരബദ്ധം ഇപ്പൊ പറ്റി കാണും, ഇല്ലെങ്കിൽ മാർക്ക് കുറഞ്ഞവരൊക്കെ അടുത്ത ഇനിയും അത് വരാതിരിക്കാൻ വേണ്ടിയുള്ള പഠിത്തം അല്ലെങ്കിൽ വർക്ക് തുടങ്ങിക്കോ. ഓക്കെ, അപ്പൊ എന്തായാലും നമ്മുടെ ക്ലാസ്സുകളൊക്കെ മാക്സിമം ഞാൻ ഇതിൻ്റെ കൂടെ തരും എന്ന് പറഞ്ഞാൽ ഒത്തിരി അല്ല, കുറച്ച് തരും. ജോയിൻ ചെയ്താൽ നിങ്ങൾക്ക് ഫുൾ ക്ലാസ് കിട്ടും, നിങ്ങൾക്ക് വേണ്ട എക്സ്ട്രാ ക്വസ്റ്റൻസ് കിട്ടും, ക്വസ്റ്റ്യൻ പാക്കേജ് കിട്ടും, വേണ്ട എല്ലാ ഇൻസ്ട്രക്ഷൻസ് കിട്ടും, എല്ലാ കാര്യങ്ങളും കിട്ടും. ജോയിൻ ചെയ്യാൻ താഴെ തന്നുള്ള നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം. ഓക്കെ, അപ്പൊ ഇന്നത്തെ ഈ ചെറിയ പരിപാടി നിർത്തുകയാണ്. അടുത്ത ക്ലാസ്സുമായിട്ട് എത്തും. ഗുഡ് ബൈ.